പ്രിയപ്പെട്ടവരെ നമസ്കാരം. വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മളുടെയൊക്കെ മുന്നിലുള്ള വലിയ സാധ്യതകളെ നമ്മളൊക്കെ എത്രത്തോളം മുതലാക്കാറുണ്ട്, അതല്ലെങ്കിൽ എത്രത്തോളം അത് ഉപയോഗിക്കാറുണ്ട് എന്നൊരു വലിയ ചോദ്യം നമ്മൾക്ക് മുൻപിലുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു വലിയ ലോകം. അത് നല്ലതിന് വേണ്ടിയിട്ടും ചീത്തയ്ക്ക് വേണ്ടിയിട്ടും എല്ലാം നമ്മൾക്ക് ഉപയോഗിക്കാം. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ആകെ ആശ്രയിച്ചിരുന്നത് ലോക കാര്യങ്ങൾ അറിയാനും മറ്റ് വാർത്താ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ റേഡിയോയോ അതല്ലെങ്കിൽ പത്ര മാധ്യമങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ മൊബൈലിൽ തന്നെ, നമ്മുടെ ഒരു വിരൽത്തുമ്പിൽ തന്നെ ലോകത്താകമാനം നടക്കുന്ന വാർത്തകളും വിവരങ്ങളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. നോക്കൂ, ഇതിലൂടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ ഈ വിരൽത്തുമ്പിലുള്ള നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം രൂപ സമ്പാദിക്കാനാവുമെന്നുള്ള ആ വലിയൊരു ചോദ്യം, അതെല്ലാവർക്കും അറിയാവുന്നതാണ് ചോദ്യം. പക്ഷേ അതിനുള്ളൊരു ഉത്തരം എവിടെ കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന, തിരഞ്ഞു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിൽ തിരഞ്ഞു നടക്കുന്ന ഒട്ടേറെ ആളുകൾക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ വരുമാനമുണ്ടാക്കാം എന്നുള്ള വലിയൊരു യജ്ഞം, കോഴ്സ് ചെയ്തുകൊണ്ട് പോവുക തന്നെയാണ് ഈ കഴിഞ്ഞ 4-5 മാസങ്ങളായിട്ട്. എല്ലാ ജില്ലകളിലുമുള്ള ആളുകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെയാണ്. അതുകൊണ്ടാണ് ചാനലിൽ ഒട്ടേറെ സമയങ്ങളിൽ ചെലവഴിക്കാൻ പറ്റാതെ വരുന്നതും വാർത്തകളും വിവരങ്ങളും നിങ്ങളുമായി പങ്കുവെക്കാൻ പറ്റാത്തതും എന്നുള്ളത് ഇവിടെ അറിയിച്ചു കൊള്ളട്ടെ. കാരണം ഇന്നിന്റെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഒട്ടേറെ ആളുകൾ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ നമ്മുടെ വിരൽത്തുമ്പിലുള്ള ഈ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് വരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു കോഴ്സായിട്ട് തന്നെ എടുക്കുകയാണ്. നിങ്ങളുടെ പ്രതികരണവും പ്രതിഷേധവും അതല്ലെങ്കിൽ മറ്റൊട്ടേറെ രീതിയിലുള്ള നിങ്ങളുടെ ആ ഒരു പ്രസന്റേഷൻ സ്കില്ലുണ്ടല്ലോ, അത് വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ ആയിരിക്കാം, അതല്ലെങ്കിൽ എഴുതുന്ന ആളുകൾക്ക് അങ്ങനെ ആയിരിക്കാം, ഇനി അതല്ല ഫോട്ടോകൾ മാത്രം ഇടുന്ന ആളുകൾ അങ്ങനെയായിരിക്കാം. അതിലൂടെ നിങ്ങൾക്ക് വലിയൊരു വരുമാനം നേടിത്തരാനാവും എന്നുള്ള ആ വലിയൊരു ആത്മവിശ്വാസമുണ്ടല്ലോ, ആ ആത്മവിശ്വാസത്തെയാണ് നമ്മളൊരു കോഴ്സ് സിലബസിലേക്ക് മാറ്റി ആ കോഴ്സ് ഇന്ന് എടുത്തുകൊണ്ട് ഒട്ടേറെ ആളുകൾ വിജയകരമായി തന്നെ അവർ വരുമാന രംഗത്തേക്ക് കടന്നു വരുന്ന ഒരവസ്ഥ നമ്മുടെ ഈ കോഴ്സിലൂടെ കടന്നു പോയത് കൊണ്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജില്ലയിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ക്ലാസ് നടക്കുന്നുണ്ട്. അത്തരത്തിൽ നടക്കുന്ന ആ കോഴ്സുകളിലേക്ക് നിങ്ങൾ ഇന്ന് തന്നെ പേര് രജിസ്റ്റർ ചെയ്യുക. നമ്മൾ ഒരു ബാച്ചിൽ നമ്മൾക്ക് 6 പേരെയാണ് ഉൾപ്പെടുത്താനാവുക. കാരണം ഓരോരുത്തർക്കും ഞാൻ തന്നെയാണ് നേരിട്ട് വന്ന് ഓരോരുത്തർക്കും ഈ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരെയും ആ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക. എങ്ങനെയാണ് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ചാനലുകളും സോഷ്യൽ മീഡിയയിലെ നിങ്ങളുടെ ചാനലുകളിൽ എങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോ ആയിക്കോട്ടെ, ഫോട്ടോസ് ആയിക്കോട്ടെ, ആർട്ടിക്കിളുകൾ ആയിക്കോട്ടെ, ഇതൊക്കെ ചെയ്യുക എന്നുള്ളതും അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ കാശ് ഉണ്ടാക്കാം എന്നുള്ളതുമാണ് ഈ സിലബസിന്റെ മുഖ്യം. അതിന് ഫേസ്ബുക്കും യൂട്യൂബും മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ കോഴ്സിന്റെ സിലബസ്. ഇത് ഏതൊരാൾക്കും, ഇത് പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഇതിന് ചെറിയ ചെറിയ യോഗ്യതകൾ മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് വായിക്കാൻ അറിയണം, പിന്നെയോ കൈ വിറയ്ക്കാൻ പാടില്ല, കണ്ണിന് കാഴ്ച ശക്തി വേണം. കണ്ണിന് കാഴ്ച ശക്തി എന്ന് പറയുമ്പോൾ കണ്ണട വെച്ചവർക്ക് പറ്റില്ലേ എന്ന് ചോദ്യം വരും. കണ്ണട വെച്ചാൽ മതി. ഈ 3 യോഗ്യതകൾ മാത്രമേ നമ്മുടെ ഈ കോഴ്സിന് ആവശ്യമുള്ളൂ. അതല്ലാതെ ഇത്ര പ്രായം മുതൽ മാത്രമാണ് ഈ കോഴ്സ് എന്നുള്ളത് പറയുന്നില്ല. ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാം. അതിൽ 80ഉം 85ഉം വയസ്സൊക്കെയുള്ള ആളുകളൊക്കെ ഉപയോഗിച്ച് ഈ കോഴ്സ് വിജയകരമായിട്ട് പൂർത്തിയാക്കി ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും അടുത്ത് നടക്കുന്ന നിങ്ങളുടെ ജില്ലയിലെ ബാച്ചിലേക്ക് നിങ്ങൾ ഇപ്പം തന്നെ പേര് രജിസ്റ്റർ ചെയ്യുക. കാരണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാത്തിരുന്ന് ആ അസുലഭ നിമിഷം പാഴാക്കുന്നവരാണ് മലയാളി, പ്രത്യേകിച്ച് ഹൈന്ദവരും ക്രൈസ്തവരും എന്ന് പേരെടുത്ത് പറയണം. എന്ത് പുതിയ പുതിയ അവസരങ്ങൾ വരുമ്പോഴും അതിലേക്ക് ചാടിപ്പിടിച്ചുകൊണ്ട് മുന്നേറുന്ന ഇസ്ലാമിക സഹോദരങ്ങളെ, അവരെ നമ്മൾ കുറ്റം പറയുകയല്ല, അത് അവരുടെ മിടുക്കാണ്. ആ മിടുക്ക് എത്രത്തോളം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഉണ്ട് എന്ന വലിയ ചോദ്യമുണ്ട്. അതുകൊണ്ട് ഈ കോഴ്സിലേക്ക് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മാത്രമേ അഡ്മിഷൻ ഉള്ളൂ. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആർക്കും ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ ഇല്ല എന്ന് പച്ചയ്ക്ക് തന്നെ പറഞ്ഞുകൊള്ളട്ടെ. അതിനെ വർഗീയതയായിട്ടോ അതല്ലെങ്കിൽ മതം തിരിച്ചുള്ള എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇവിടെയുള്ള ഹിന്ദു ക്രൈസ്തവ സഹോദരങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗം ഈ കോഴ്സിലൂടെ നേടിക്കൊടുക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അതുകൊണ്ട് മാക്സിമം ആളുകൾ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ സ്ക്രീനിൽ കാണുന്ന ഈ മൊബൈൽ നമ്പറിൽ ഒരു വാട്സപ്പ് ഉണ്ട്. ആ വാട്സപ്പിലേക്ക് ഈ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് മാത്രം ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു തരും. ഇത് ഒരേ ഒരു ദിവസം മാത്രമുള്ള കോഴ്സാണ്. ഒരുപാട് മാസങ്ങളോ ഒരുപാട് വർഷങ്ങളോ നിങ്ങൾക്ക് ചെയ്യേണ്ടതൊന്നുമില്ല. ഒരൊറ്റ ദിവസം രാവിലെ 9 മണിക്ക് തുടങ്ങി വൈകിട്ട് 5 മണിക്കുള്ളിൽ അവസാനിക്കുന്ന രീതിയിലുള്ള ഒരേ ഒരു ദിവസത്തിലെ പകുതി മണിക്കൂറുകൾ പോലുമില്ല ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നീട് ഈ 1 ഡേ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് പിന്നെ ഓൺലൈനിലൂടെയുള്ള ഒരുപാട് സംശയങ്ങളും മറ്റ് നിവാരണങ്ങളും ഒക്കെ ഓൺലൈനിലൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ചിലവഴിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ
മാധ്യമങ്ങളിലൂടെ പണം സമ്പാദിക്കാനുള്ള വലിയൊരു മാർഗമാണ്. ആ മാർഗത്തെക്കുറിച്ച് കൂടുതൽ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇന്ന് ഒട്ടേറെ ആളുകൾ പതിനായിരക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ ഈ മാർഗത്തിലൂടെ സമ്പാദിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലും ഈ സമ്പാദിക്കാനുള്ള മാർഗം ഉണ്ട് എന്നിരിക്കെ അത് ഉപയോഗിക്കാതെ മറ്റുള്ളവർ ഉണ്ടാക്കുന്നതും കണ്ട് മേപ്പട്ടും നോക്കിയിരിക്കുന്ന അവസ്ഥ അത് മാറേണ്ടതുണ്ട്. അത് പച്ചയ്ക്ക് തന്നെ പറയുന്നതിനെ കൊണ്ട് എന്നോട് വിരോധം തോന്നേണ്ട. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു അസുലഭ മുഹൂർത്തമാണ് വന്നിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ മൊബൈൽ നമ്പർ, ഇതിൽ വാട്സപ്പ് ഉണ്ട്, വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് നല്ല കാര്യങ്ങൾക്ക് ശീഘ്രമായി തന്നെ നമ്മളത് ചാടിപ്പിടിക്കുക. അല്ലാതെ വൈകി ഇനി അടുത്ത ബാച്ച് എന്ന ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ബാച്ചുകളെ തേടി നടക്കാതെ നിങ്ങളുടെ മുൻപിൽ വന്ന് നിൽക്കുന്ന ആദ്യത്തെ ബാച്ചിൽ തന്നെ അഡ്മിഷൻ നേടുക. ഇതിൻ്റെ ഒരു കോഴ്സ് ഫീസും സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ വിശദ വിവരങ്ങളും ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. താല്പര്യമുണ്ട് എന്ന് മെസ്സേജ് അയക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ടും പറഞ്ഞു തരും. വീണ്ടും പറയട്ടെ, മതം തിരിച്ച് തന്നെ പറയട്ടെ, ഇസ്ലാമിക നാമധാരികൾ, ഇസ്ലാമിക സഹോദരങ്ങൾ ഈ കോഴ്സിന് അപേക്ഷിക്കാനോ ഈ കോഴ്സിൻ്റെ ഇതിലേക്ക് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാനോ ബുദ്ധിമുട്ടേണ്ടതില്ല. നിങ്ങളെ തൽക്കാലം ഈ കോഴ്സിൻ്റെ അഡ്മിഷനിലേക്ക് പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നതിൽ വേദനയൊന്നുമില്ല. കാരണം ഇവിടെ മതം തിരിച്ചുകൊണ്ട് എല്ലാം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ മതം തിരിച്ചുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് ദേശീയതയിൽ അടിയുറച്ച് ജീവിക്കുന്ന, എൻ്റെ രാജ്യമാണ് വലുത് പിന്നെയാണ് രാഷ്ട്രീയവും മതവും എന്ന് ചിന്തിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് മാത്രമാണ് ഈ വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ കോഴ്സ് നമ്മൾ എടുക്കുന്നത്. മറ്റൊട്ടേറെ ആളുകൾ വേറെ എടുക്കുന്നുണ്ടാവും. അവിടെയൊക്കെ പോയിട്ട് നിങ്ങളത് കരസ്ഥമാക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് ഹിന്ദു ക്രൈസ്തവ സഹോദരങ്ങൾ ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുത്ത് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു വരുമാന മാർഗം നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ, അതല്ലെങ്കിൽ നിങ്ങളുടെ മക്കളിലൂടെ, നിങ്ങളുടെ സഹോദരിമാരിലൂടെ, നിങ്ങളുടെ അമ്മമാർക്ക്, അതല്ലെങ്കിൽ നിങ്ങളുടെ അത്തരത്തിലുള്ള ഒട്ടേറെ ആളുകൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. അവർക്കൊക്കെ ഇത്തരത്തിലുള്ള ആളുകളെ ഈ അഡ്മിഷൻ എടുത്തുകൊണ്ട് കോഴ്സ് പരിശീലിപ്പിക്കാം. ഇപ്പോൾ കണ്ണൂരിലൊക്കെ കഴിഞ്ഞ ദിവസം ക്ലാസ് നടന്ന സമയത്ത് അവിടെ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും നേരിട്ട് വന്നിരുന്നു. അപ്പോൾ അവർക്കത് പെട്ടെന്ന് പഠിച്ചെടുക്കാനാവുമോ എന്ന സംശയത്തിൽ കൊച്ചുമകനെയും കൂടി കൊണ്ടുവന്നിട്ടുള്ള രസകരമായിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൊച്ചുമകനേക്കാൾ കൂടുതൽ ഈ അച്ഛനും അമ്മയും, അതല്ലെങ്കിൽ ഈ അപ്പൂപ്പനും അമ്മൂമ്മയുമായിരുന്നു പഠിച്ചെടുത്തത് എന്ന ആ ഒരു സന്തോഷം കൂടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിന് പ്രായഭേദം ഇല്ല, ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പറഞ്ഞ മിനിമം യോഗ്യത മാത്രം മതി. ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിച്ച് ശീലം വേണം. കണ്ണിന് പ്രശ്നം പാടില്ല, കണ്ണട വെച്ചിട്ടായാലും കുഴപ്പം പാടില്ല, കൈ വിറയ്ക്കാൻ പാടില്ല, മാത്രമല്ല ഇംഗ്ലീഷ് വായിക്കാനും അറിയണം. ഈ 4 ചുരുങ്ങിയ യോഗ്യതകൾ മാത്രമേ ഈ കോഴ്സ് ചെയ്യാനുള്ള ഏവർക്കുമുള്ള യോഗ്യത. അതുകൊണ്ട് മാക്സിമം ആളുകൾ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ചെയ്യാൻ താല്പര്യത്തോടു കൂടി നിൽക്കുന്ന, ഈ വീഡിയോ കാണാത്ത, ഈ വിവരം അറിയാത്ത ഒട്ടേറെ ആളുകൾ ഉണ്ടായിരിക്കാം. അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.